എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുരുമുളകിൻ്റെ തണ്ട് നടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കൃഷിയോട് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കുരുമുളക് എങ്ങനെയാണ് നമുക്ക് നടണമെന്ന് നോക്കാം. അതിനെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മുടെ മരത്തിലേക്ക് കയറിപ്പോകുന്ന തണ്ടുകൾ, ഇങ്ങനെ നീളമുള്ള തണ്ടുകൾ ഒരു കൊല്ലം മുഴുവനും ഇങ്ങനെ വളർന്ന് താഴോട്ട് വരും. അത് നമുക്ക് പൊക്കത്തിലേക്ക് ആവശ്യത്തിന് കെട്ടിവയ്ക്കാം. കെട്ടിയതിൻ്റെ ബാക്കി നമുക്കൊരു നീളം കണക്കാക്കിയിട്ട് ഏതാണ്ട് ഇവിടെ വെച്ച് അങ്ങനെ മുറിച്ചെടുക്കുക. ഇങ്ങനെയുള്ള ഏറുതല, നീളമുള്ള തലകൾ വേണം വെട്ടിയെടുക്കാനായിട്ട്. ചിലർ തെറ്റായ രീതിയിൽ ഇതുപോലുള്ള ചെറിയ ഇതുപോലുള്ള കമ്പുകൾ വെട്ടിയെടുക്കും. പക്ഷേ ഇത് നമുക്ക് മരത്തിലേക്ക് കയറുന്നതല്ല. ഇതാണ് നമ്മൾ കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഇതിന് പിന്നെ നമ്മളൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പം ഇതുപോലുള്ളത് എടുക്കരുത്. ഇതൊരിക്കലും പടർന്ന് കയറിയല്ല. പടർന്ന് കയറാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള തണ്ടുകളാണ്. ഇനി ഈ തണ്ടുകളിലൊക്കെ ഇതുപോലുള്ള കേടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേടുള്ള വശമൊന്നും വയ്ക്കരുത്. അതെല്ലാം കൂടി ചെത്തിക്കളഞ്ഞിട്ട് നമ്മൾ ഏതാണ്ടൊരു മരത്തേലൊക്കെ ഇടാനാണെങ്കിൽ, കൂടിനകത്തൊക്കെ ഇടാനാണെങ്കിൽ നമുക്കൊരു 2 മുട്ട് ഒരു കൂടിനകത്ത് വരത്തക്ക രീതിയിലാണെങ്കിൽ ഈ നീളത്തിലൊക്കെ നമുക്ക് മുറിച്ചെടുത്താൽ നമുക്ക് 2 മുട്ട നമുക്ക് മണ്ണിനകത്ത് പോകും. 1 മുട്ടയിൽ നിന്ന് നമുക്ക് കിളുത്ത് വരും. പക്ഷേ നമ്മൾ മരത്തിലാണ് ഇടുന്നത്. മരത്തിലിടുമ്പോഴത്തേക്ക് നമുക്കൊരു 2 അടി. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്നും കൂടി മുറിക്കുക, കാരണം ഇവിടെ ഒരു കേടുള്ളത് നമുക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് നമുക്കിടാവുന്നതാണ്, നഷ്ടപ്പെടുത്തി കളയണ്ട. എന്നിട്ട് നമ്മൾ ആ കേടില്ലാത്ത വശം നോക്കി ഒരു 2 അടി നീളത്തിൽ മുറിക്കുക. 2 അടി നീളത്തിൽ മുറിച്ചെടുക്കുക. ഇത് മുറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ചുവട് വശം മാറിപ്പോകാത്ത രീതിയിൽ വേണമെങ്കിൽ ഒരു അടയാളം പോലെ, ഇങ്ങനെ ഒരു ചെത്തും കൂടി കൊടുത്ത ഒരു അടയാളം പോലെ ആക്കാം. അപ്പോൾ നമ്മൾ നടുന്നോട്ടിരിക്കുന്ന സമയത്ത് മാറിപ്പോകാതിരിക്കും. അങ്ങനെ ഒരു മരത്തിലേക്ക് നമുക്കൊരു 4 തണ്ടെങ്കിലും വരത്തക്ക രീതിയിൽ മുറിച്ചെടുക്കാം. കിളുന്നായിട്ടുള്ള ഇളത്ത വശങ്ങൾ കിളുക്കാൻ പാടാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഇട്ടേക്കാൻ, കാരണം ചിലപ്പോൾ നമ്മൾ 4 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ 2 എണ്ണേ കിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അല്പം കൂടി ചിലപ്പോൾ കിളുത്തന്നിരിക്കും. ഇത്രേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ മുറിച്ചപ്പോഴത്തേക്ക് നമുക്ക് 1, 2, 3, 3, 2, 5 ഈ ഒരു ചെറുതും കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മളിപ്പം നടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മളിവിടെ അടയ്ക്കാമരത്തേലാണ്, അതായത് കമുകെന്ന് പറയും, അടയ്ക്കാമരത്തേലാണ് നമ്മളിടുന്നത്. അതിൻ്റെ വടക്കേ സൈഡിൽ, അതായത് മരത്തിൻ്റെ വടക്കേ സൈഡിലാണ് ഇതിടേണ്ടത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെയിലടിക്കുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് നമ്മളിടുന്ന കൊടിയേൽ വെയിലടിക്കാതിരിക്കും. അതുകൊണ്ടാണ് വടക്കേ സൈഡിലിടുന്നത്. ഇനി വടക്കേ സൈഡിൽ കൂടുതൽ സ്ലോപ്പാണെങ്കിൽ, നിരപ്പല്ല എങ്കിൽ അവിടെ ഇടരുത്. പിന്നെ മരത്തിൻ്റെ എവിടെയാണോ ഇടാൻ സൗകര്യമുള്ള സ്ഥലത്ത് ഇടുക. പക്ഷേ എപ്പോഴും മരത്തിൻ്റെ വടക്കേ സൈഡിലിടുന്നതാണ് നല്ലത്. ചെറിയ രീതിയിൽ ഈ കാണിക്കുന്ന പോലെ ഒരു കുഴി പോലെ കുത്തുക. എന്നിട്ട് അത് നമ്മൾ വയ്ക്കുമ്പോൾ ഒരു 2 or 3, അതായത് ഈ മുട്ട്, ഈ 1, 2, അങ്ങനെ 2 മുട്ട് 3 മുട്ടെങ്കിലും താഴെ വരത്തക്ക രീതിയിൽ. കാരണം അവത്തേലൊക്കെ വേര് പിടിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ അത് കാരണം നമുക്ക് ഇങ്ങനെ നല്ല നിരത്തി പരത്തി വയ്ക്കുക. അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ചൈരിച്ചോറാണ്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കിത് സംഘടിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് അല്പം ഇട്ട് കൊടുക്കണം, നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് അത്. അതിനുശേഷം ഒരു സ്വല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. സ്വല്പം ചാണകപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ചാണകപ്പൊടി ഇടുക. അതിനുശേഷം മണ്ണ്, നമ്മൾ മാറ്റിയ MEMMAS അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൂടുതൽ പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, ചെറിയ രീതിയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ കെട്ടി വയ്ക്കണം. അല്ലെങ്കിൽ ഇത് ആടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനങ്ങിക്കഴിഞ്ഞാൽ കിളുക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ചിലപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അനങ്ങുവാണെങ്കിൽ ഇത് കിളുക്കാൻ ബുദ്ധിമുട്ടാണ്.
അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തേലേക്ക് നാളെ നമ്മൾ ഒന്ന് ലെവലിലൊക്കെ ഒന്ന് വയ്ക്കുക, നന്നായിട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്ത് വയ്ക്കുക. വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒന്ന് കെട്ടുക. ഇത് കെട്ടുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്ത് കെട്ടരുത്. അങ്ങനെ കെട്ടുവാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ മുറിവ് വീഴും. ഇതിന് പ്ലാസ്റ്റിക് ഇയറടക്കി ആകുമ്പോഴത്തേക്ക് ഇത് ചടങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ചതയുവാണെങ്കിൽ നീരോട്ടമില്ലാതെ വരും. അപ്പോൾ അത് കിളുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് മുറുക്കാത്ത രീതിയിൽ ഒന്ന് കെട്ടിയാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിലും കൂടി ഒന്ന് കെട്ടുക. കാരണം ഒട്ടും അനങ്ങാത്ത രീതിയിൽ നിന്നാലേ പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇനി നമ്മൾ 4-5 ചോട് വെച്ചാലും മുഴുവൻ പിടിക്കണമെന്ന് നിർബന്ധമില്ല. കുറച്ചൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കണ സമയത്ത് കെട്ടുന്നതുകൊണ്ട് ഈ ഇല കളയണമെന്നില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ ഇലയൊക്കെ കളയാവുന്നതാണ്. ഇലയൊക്കെ നിന്ന് കഴിഞ്ഞാലും അതിനും എപ്പോഴെങ്കിലും തട്ടുകയോ മുട്ടുകയോ ഒക്കെ ചെയ്യണ സമയത്ത് ഇതിൻ്റെ അനങ്ങാൻ ചാൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ടോപ്പ് മുതൽ താഴെ ചെല്ലത്തക്ക രീതിയിൽ വെള്ളമാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ദിവസവും ഒരുപാട് നനവ് കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ ദിവസവും കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ. ഇനി ഇതിന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അല്പസ്വല്പം വെയിലടിച്ചാലും ചിലപ്പം ഇത് വാടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതിന് ഇതുപോലൊരു തണൽ, ഇത് ഞങ്ങൾ തണുങ്ങാണ് എടുത്തിരിക്കുന്നത്. അതായത് പാക്കിൻ്റെ അടയ്ക്കാമരത്തിൻ്റെ തണുങ്ങാണ്. അതിന് നല്ല തണുവാണ്. അതിങ്ങനെ അങ്ങ് വയ്ക്കുക. വെച്ചതിന് ശേഷം അല്ലെങ്കിൽ തുഞ്ചാണി ആയാലും മതി, ഓലയായാലും കുഴപ്പമില്ല. പക്ഷേ ഓലയേക്കാളും അല്ലെങ്കിൽ വാഴയുടെ കച്ചി ആയാലും കുഴപ്പമില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ തണുങ്ങാണ് ഏറ്റവും ബെസ്റ്റ്. അതിന് നല്ല തണുവ് കിട്ടും. ഇതുപോലെ നമ്മളൊന്ന് കെട്ടി കൊടുത്താൽ പിന്നെ ചൂട് പഠിക്കത്തില്ല. ഇതിന് കിളുത്ത് കഴിയുമ്പം നമുക്കറിയാം, ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും കിളുത്തിട്ടുണ്ടോ എന്ന്. കിളുത്തൊക്കെ കഴിഞ്ഞ് നമുക്കിത് മാറ്റി പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ നമുക്കതിനെ കയറ്റിവിടാവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം. താങ്ക്